ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, പുതിയ കാലഘട്ടത്തിൽ കുഫറും കുരുത്തക്കേടും തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാവണം. കുഫറും കുരുത്തക്കേടും തിരിച്ചറിയണം. കുഫറും കുരുത്തക്കേടും തിരിച്ചറിയാത്തതിന്റെ ദുരന്ത ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത് രണ്ടും വലിയ ഗുരുതരമായ വിഷയമാണ്. കുഫറിന്റെ കാര്യത്തിൽ പടച്ച തമ്പുരാൻ റഹ്മാനാണ്, അല്ലാഹു റഹീമാണ്, അല്ലാഹു തവ്വാബാണ്, അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു അഫുവാണ്. അസ്മാഉൽ ഹുസ്ന എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇസ്മുകളാണ് നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ 89 കൊല്ലം ജീവിച്ചു. 89 കൊല്ലം ജീവിച്ചു. 89 കൊല്ലം ജീവിച്ചപ്പോഴും അയാൾ ഒരൊറ്റ വക്ത് നിസ്കരിച്ചിട്ടില്ല. അയാൾ ഒരു നന്മയും ചെയ്തിട്ടില്ല. ജീവിതത്തിൽ നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ ഹജ്ജ് ചെയ്യുകയോ സക്കാത്ത് കൊടുക്കുകയോ ഇസ്ലാമിന്റെ പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യാതെ, അള്ളാഹുവിനെ അംഗീകരിക്കാതെ, ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളൊന്നുമില്ലാതെ കാഫിറായി ജീവിച്ച മനുഷ്യൻ അവസാനത്തെ ഒരു നിമിഷം അയാൾ മരിക്കുന്നതിന്റെ അവസാനത്തെ ഒരു നിമിഷം എല്ലാം മറന്ന് പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്ത്, റബ്ബേ, കഴിഞ്ഞ 89 കൊല്ലം ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല, ഞാനൊരൊറ്റ വക്ത് നിസ്കരിച്ചിട്ടില്ല, ഞാനൊരു സമയം പോലും നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ടില്ല. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് പടച്ച തമ്പുരാനോട് നസൂഹായ തൗബ ചെയ്ത്, ആ തൗബ ചെയ്ത് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, ഒരു പക്ഷേ തൗബക്ക് ശേഷം ഒരു നിമിഷമോ അല്ലെങ്കിൽ അല്പസമയമോ അദ്ദേഹം ജീവിച്ചിട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ അല്ലാഹു റഹ്മാനാണ്, അല്ലാഹു പുറത്തു കൊടുക്കും. ചരിത്രത്തിനെതിരെ ധാരാളം തെളിവുകളുണ്ട്. പുണ്യനബി തന്നെ ബനി ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം പഠിപ്പിച്ചതെന്ന് ആ സംഭവം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു ഗഫൂറാൻ, അല്ലാഹു ഗഫൂറാൻ, അല്ലാഹു പുറത്തു കൊടുക്കും. ആ മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അയാൾ ചെയ്തത്, അയാളുടെ തൗബ നസൂഹാൻ, മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി തൗബ ചെയ്ത മനുഷ്യനാണെങ്കിൽ, പടച്ച തമ്പുരാൻ ഒരൊറ്റ വക്ത് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ പോലും അയാളുടെ തൗബ റബ്ബ് സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ കുരുത്തക്കടങ്ങനല്ല. നമ്മളൊക്കെ അങ്ങനെ പറയും, നമുക്കെല്ലാരെ പറ്റിയും പറയാം. സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ മഹാന്മാരായ ഉലമാക്കളെ കുറിച്ച് പലതും എഴുതുകയും ആവശ്യമില്ലാത്തടത്ത് ഇടപെട്ടുകൊണ്ട് പലതും പറയുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മഹാന്മാരായ ആലിമികളെ കുറിച്ച്, സൂഫിയാക്കളെ കുറിച്ച്, മഹത്തുക്കളെ കുറിച്ച്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന്റെ കൂടെ അടിയുറച്ചു നിന്നതിന്റെ പേരിൽ ഏതെങ്കിലും രീതിയിൽ പരിഹസിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും കളിയാക്കുന്നവരും ഒരു കാര്യം തിരിച്ചറിയണം. കുരുത്തക്കേട് വാങ്ങിവെച്ചാൽ അപകടമാണ്. കുരുത്തക്കേട് അപകടമാണ്. ആ കുരുത്തക്കേടിന്റെ വഴി സ്വീകരിച്ചവർ അതൊരു സിയാറത്ത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന കേസല്ല. അത് സിയാറത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. ജീവിതകാലത്ത് എല്ലാ അർത്ഥത്തിലും വെറുപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും വേദനിപ്പിച്ചു, എല്ലാ അർത്ഥത്തിലും ചെയ്യേണ്ടതും പറയേണ്ടതും കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്തൊക്കെ ഭാഷകളാ ഉപയോഗിച്ചിട്ടുള്ളത്. ആ എഴുതിയതും ആ പറഞ്ഞതും ഇന്നും ഇവിടെ ഉണ്ട്. ആർക്കും അത് മറക്കാൻ സമയമായിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത്, കുരുത്തക്കേടിന്റെ അറ്റം കബീറാൻ. കുരുത്തക്കേടിന്റെ അറ്റം കബീറാൻ. നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചില പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും എവിടെ നിന്നങ്ങനെ സംഭവിച്ചാലും അതിന് തിരിച്ചറിയാൻ സാധിക്കാത്ത കാലത്തോളം, അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പെടാത്ത കാലത്തോളം നമ്മുടെ ഈമാൻ സലാമത്താവുകയില്ല. അത് നമ്മുടെ ആഖിബത്ത് മോശമാക്കും. അതിന് ചരിത്രത്തിലെമ്പാടും തെളിവുകളുണ്ട്. അത് ഉപ്പയിൽ നിന്നുണ്ട്, അത് ഉമ്മയിൽ നിന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് പലരിൽ നിന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കിട്ടിയ സ്ഥലത്ത് നിന്ന് അത് തീർത്തിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയിൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ആ പ്രഭാഷണം ഖബറുംപുറത്ത് വെച്ചിട്ടാണ്. അൽഖമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് പുണ്യനബി അവിടെ വെച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. യാ മഅശറൽ മുഹാജിരീന വൽ അൻസാർ, ഓ മുസ്ലിമീങ്ങളെ, മുഹാജിറുകളെ, അൻസാറുകളെ, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി. ഒരു കുരുത്തക്കേടിന്റെ കഥയാണ് പുണ്യനബി പഠിപ്പിച്ചത്. സ്വന്തം ഉമ്മാക്ക് ആരെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഭാര്യക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ പടച്ച തമ്പുരാന്റെ ശാപമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയിൽ നിന്ന് കുരുത്തക്കേടുണ്ട്,
ഉപ്പയിൽ നിന്ന് കുരുത്തക്കേടുണ്ട്, ഉസ്താദിൽ നിന്ന് കുരുത്തക്കേടുണ്ട്, ഉലമാക്കളിൽ നിന്ന് കുരുത്തക്കേടുണ്ട്. അത് വലിയ അപകടമാണ്, തിരിച്ചറിയണം നമ്മൾ. ഇപ്പോ ആർക്കും എവിടെയും എന്തും പറയാമെന്നുള്ള ഒരു വ്യാമോഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 2024 ഫെബ്രുവരി 4-ാം തീയതി കോഴിക്കോട്ട് കടപ്പുറത്ത് വെച്ച് നിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ തിരിച്ചറിയും. വഴി തിരിച്ചുവിടേണ്ടമെങ്കിൽ വഴി തിരിച്ചുവിടാനും ഈ പ്രസ്ഥാനം ഒരുക്കമാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ, നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, ആ ഉലമാക്കൾ പറയുന്ന വഴിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് കരുത്ത് പകർന്നുകൊണ്ട് ആ വഴിയിൽ മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ സന്നദ്ധരാവണം. അവിടെ അവസാന നിമിഷം വരെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ടാണെങ്കിലും ആ വഴിയിൽ നമ്മൾ നിലകൊള്ളണമെന്നാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനേറ്റവും വലിയ ഉദാഹരണം ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രതിസന്ധി ഘട്ടം അവസാന കാലഘട്ടത്തിൽ വരുമ്പോൾ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ സ്വഹാബത്തിന് പുണ്യനബി കൊടുത്ത മറുപടി, നിങ്ങൾ അമീറിന്റെ കൂടെ അടിയുറച്ചു നിൽക്കണം, നിങ്ങൾ ഉമ്മത്തിന്റെ നേതാവിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കണം. സയ്യിദുൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉലമയുടെ കൂടെ, ഷെയ്ഖുൽ ജാമിയയുടെ കൂടെ, സമസ്തയുടെ മഹാന്മാരായ ഉലമാക്കളുടെ കൂടെ, സമസ്തയുടെ നിലപാടുകൾക്ക് കൂടെ അടിയുറച്ചു നിൽക്കുന്ന പണ്ഡിത പാരമ്പര്യത്തിന്റെ പിന്നിൽ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നമ്മൾ നിലകൊണ്ടാൽ നമ്മൾ പേടിക്കേണ്ടതില്ല. നേരെ സ്വർഗമാണ്. അത് സത്യത്തിലേക്കുള്ള വഴിയാണ്. അത് ഹക്കായ മാർഗത്തിലേക്കുള്ള പോക്കാണ്. ഞാൻ ഏറെ നേരം സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മളിനി 35-ാം വാർഷികത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. മഹല്ലുകളിലും നമ്മുടെ യൂണിറ്റുകളിലും നമ്മുടെ ക്ലസ്റ്ററുകളിലും മേഖലകളിലും ജില്ലയിലുമൊക്കെ സജീവമായി പ്രവർത്തിക്കേണ്ട 2 കണ്ണ് മതിയാകാത്ത കാലമാണ്. 2 കണ്ണ് പോരാ. എല്ലാ മേഖലയും നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ മഹല്ലും നമ്മുടെ മദ്രസയും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ സകലമാന സംഘടനാ സംവിധാനങ്ങളും നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ട, അവിടങ്ങളിലൊക്കെ നമ്മുടെ കണ്ണുകൾ ഉണ്ടാവേണ്ട, നമ്മുടെ സാന്നിധ്യം ഉണ്ടാവേണ്ട കാലഘട്ടമാണ് സംജാതമായിട്ടുള്ളത്. ഈ രംഗത്ത് നമ്മൾ പുറകോട്ട് പോവുകയല്ല. ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. എല്ലാം നമുക്ക് അനുകൂലമായി തീരും. എല്ലാ കോളിളക്കവും, ആരൊക്കെ എന്തൊക്കെ പുകലുകൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ രീതിയിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തിയാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയ മുന്നറിയിപ്പതാണ്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സുമ്മസ്തഖാമു, ആ വഴിയിൽ അടിയുറച്ചു നിന്നാൽ, ആ മാർഗത്തിൽ അടിയുറച്ചു നിന്നാൽ, ആ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യം അതാണ്. ഒരു ശക്തികയും ഒരു ഭരണാധികാരികൾക്കും ഒരു തമ്പുരാക്കന്മാർക്കും ഒരു നേതാവിനും ഈ ആദർശത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹക്കായ മാർഗത്തിന്റെ വഴിയിൽ അടിയുറച്ചു നിന്ന് മുന്നോട്ട് പോകലാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമുക്ക് നൽകുന്ന സന്ദേശം അവിടെ ഉറച്ചു നിൽക്കണം. ആടിക്കളിക്കരുത്, ഇളകിക്കളിക്കരുത്. ഒരു പക്ഷേ പല രീതിയിലുള്ള ഭീഷണികളും പ്രതിസന്ധികളും കണ്ണുരുട്ടലും അതോടൊപ്പം തന്നെ ഒറ്റപ്പെടുത്തലും ഒക്കെ ഉണ്ടായേക്കാം. ഭയപ്പെടേണ്ടതില്ല. അടിയുറച്ചു നിൽക്കുക. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കണ്ട, ഒരു ടെൻഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. സമസ്തയുടെ നിലപാട് അത് വിജയിക്കും. സമസ്തയുടെ നിലപാട് വിജയിച്ച ചരിത്രമേ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ഈ പറയുന്നവരൊക്കെയും സമസ്തയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് വന്നിട്ടുള്ളത്. സംഘടനയുടെ നിലപാടിന്റെ വഴിയിലേക്കാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ, ഇപ്പോ പിന്നിൽ വരുന്ന ആളുകളൊക്കെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടിന്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അത് ഹക്കാണ്, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, അത് പാരമ്പര്യത്തിന്റെ വഴിയാണ്, അത് പൈതൃകത്തിന്റെ വഴിയാണ്. കാലങ്ങളായി അതിന് നേതൃത്വം കൊടുക്കുന്നവരെ വഴിപഴക്കാൻ മഹാന്മാർ അനുവദിക്കുകയില്ല. അവരതിന്റെ ശരിയായ റൂട്ട് തിരിച്ച് വിട്ടുകൊണ്ടിരിക്കും.